സർ, നമ്മുടെ കേരളത്തിലെ വിനോദസഞ്ചാര മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ UDF ഭരണകാലം എടുത്താൽ ആ ടൂറിസം മേഖല അവഗണനയുടെ കയ്പുനീർ കുടിച്ച കാലമായിരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 10% വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ട നൂതനമായ പദ്ധതികൾ UDFൻ്റെ കാലത്തൊന്നും ഉണ്ടായില്ല. LDF സർക്കാർ വന്നതിന് ശേഷം ക്രിയാത്മകമായ ഇടപെടലാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി ടൂറിസം രംഗത്ത് നല്ല കുതിച്ചുചാട്ടം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു കോവിഡ് കാലം. ആ കോവിഡ് മഹാമാരി ലോകത്താകെ തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഏതാണ്ട് 2 വർഷത്തോളം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നീണ്ടുനിന്നു. കോവിഡിന് ശേഷം നമ്മുടെ വിനോദസഞ്ചാര മേഖല മടങ്ങിവരവിൻ്റെ പാതയിലാണ് നിൽക്കുന്നത്. സഞ്ചാരികളുടെ എണ്ണം പരിശോധിച്ചാൽ കോവിഡിന് ശേഷം റെക്കോർഡ് വർധനവുണ്ടായിട്ടുണ്ട്. കോവിഡിന് മുന്നത്തേക്കാളും 21.12% വർധനവാണ് ഉണ്ടായത്. ലോകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ന്യൂയോർക്ക് ടൈംസ് അടയാളപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെ ഉൾപ്പെടുത്തിയത് കേരളത്തെ മാത്രമാണ്. ബേപ്പൂർ മാതൃക ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് വലിയ ദേശീയ അംഗീകാരം കിട്ടി. കടലുണ്ടി, കുമരകം എന്നിവ മികച്ച ടൂറിസം വില്ലേജുകൾക്കുള്ള ദേശീയ അംഗീകാരം നേടി. സർ, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും അത് മറികടക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമ്പയിനുകൾ നമുക്ക് സംഘടിപ്പിക്കാനായി. വിനോദസഞ്ചാര വികസനം എല്ലായിടത്തും ഒരുപോലെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലബാർ മേഖലയിൽ പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. ഇവിടെ സാധാരണക്കാരന് അന്യമായിരുന്നു സർക്കാർ റെസ്റ്റ് ഹൗസുകൾ. ഇപ്പോൾ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി വിദേശ സഞ്ചാരികൾക്കുൾപ്പെടെ അത് ലഭ്യമാക്കുന്ന നിലയെടുത്തിട്ടുണ്ട്.